നമസ്കാരം. അശാസ്ത്രീയമായ വൈദ്യുതി കരാർ മാനേജ്മെന്റ്, ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കരാറിന്മേലുള്ള ഏറ്റുമുട്ടൽ, കാരണങ്ങൾ പലതാണ്. ഏതായാലും 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നു. സർക്കാർ വരുത്തിവെച്ചതാണോ ഈ സാഹചര്യം? കുറഞ്ഞ വിലയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ പിണറായി സർക്കാർ റദ്ദാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. ഏതായാലും പെയ്തു തുടങ്ങിയ വേനൽ മഴയിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സർക്കാർ. വൈദ്യുതി ബില്ലിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സർക്കാർ ചൂടുകാലത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത കേരള ജനതയെ വെല്ലുവിളിക്കുകയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. കാത്തിരിക്കാം എന്തൊക്കെ ഇനി സംഭവിക്കും. പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ തീയതി അറിഞ്ഞത് വലിയ ആശ്വാസമാണ്. SSLC ഫലപ്രഖ്യാപനം മെയ് 15-നും +2 ഫലപ്രഖ്യാപനം മെയ് 22-നുമാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നിയന്ത്രണം വൈകിട്ട് 6-നും 12-നും ഇടയിൽ. തീരുമാനം KSEB ഉന്നതതല യോഗത്തിൽ. പീക്ക് അവറിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ നിർദ്ദേശം. മഴ പെയ്താൽ നിയന്ത്രണം കുറയ്ക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ചൂടിനാശ്വാസമേകി പലയിടത്തും ശക്തമായ വേനൽ മഴ. ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. കൊല്ലം ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൽ പന വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലർട്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ വലഞ്ഞ് ജനങ്ങൾ. പലയിടത്തും വാക്കേറ്റവും സംഘർഷവും. വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. പോലീസ് എന്തു നടപടി സ്വീകരിച്ചെന്ന് DGP വിശദീകരണം നൽകാൻ നിർദ്ദേശം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നു. എറണാകുളം DCC ആസ്ഥാനത്തിന് മുന്നിൽ VD സതീശിനെതിരെ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ഫ്ലക്സ്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്ന് ഫ്ലക്സിൽ. VDയെ അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ്. ചെന്നിത്തലയ്ക്കായി പത്രത്തിൽ പരസ്യം നൽകിയ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനോട് വിശദീകരണം തേടി KPCC. ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ലെന്ന് കേരള ബ്രാഹ്മണ ഫെഡറേഷൻ സുപ്രീം കോടതിയിൽ. യുവതീ പ്രവേശന കേസിൽ എതിർക്കുന്നവരുടെ വാദം പൂർത്തിയായി. യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവരുടെ വാദം നാളെ മുതൽ. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC വിട്ട് UAE. പിന്മാറ്റം എണ്ണ വിപണിയിലെ പ്രതിസന്ധിക്കിടെ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ. ലക്ഷ്യം സ്വതന്ത്ര ഉൽപാദനമെന്ന് UAE. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കം പാളുന്നു. ഇറാന്റെ നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പ് കൊൽക്കത്ത ഉൾപ്പെടെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളിൽ. ഗുജറാത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ ജയം. 15 കോർപ്പറേഷനുകളിലും ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിനും ആപ്പിനും തിരിച്ചടി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മരിച്ചത് തരിശ് സ്വദേശി ജംഷീർ. കാട്ടാനാക്രമിച്ചത് ടാപ്പിംഗിനിടയിലല്ലെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തണമെന്നും വനം വകുപ്പ്. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ആദ്യപാദ സെമിയിൽ PSG ബയൺ മ്യൂണിക്കിനെ നേരിടും. മത്സരം രാത്രി 12:30 മുതൽ. IPL-ൽ പഞ്ചാബിനെതിരെ രാജസ്ഥാൻ 223 റൺസ് വിജയലക്ഷ്യം. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ കുറ്റം സമ്മതിച്ച് അറസ്റ്റിലായ സജി. അറസ്റ്റ് ചെയ്തത് വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന്. കൊലയ്ക്ക് കാരണം വസ്തുതർക്കവും മാനസിക പീഡനവുമെന്ന് പ്രതി. സജിയുടെ അച്ഛനെ 8 വർഷം മുമ്പ് കാണാതായതിലും അന്വേഷണം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് KSEB.
പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കമായാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. ലോഡ് ഷെഡിംഗ് എന്ന വാക്കൊഴിവാക്കി പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. KSEB ഉന്നതതല യോഗത്തിലായിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. കൊടുംചൂടിൽ നിന്ന് രക്ഷ തേടി മലയാളികൾ AC അടക്കമുള്ള ഉപകരണങ്ങളെ അമിതമായി ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയത്. ഇതോടെ അപ്രതീക്ഷിത പവർ കട്ട് തുടർക്കഥയായി. അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കാലാവസ്ഥ ചതിച്ചതാണ് ലോഡ് ഷെഡിങ്ങിന് കാരണമെന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായതെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ ഉപയോഗം കുറച്ച് പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുമെന്നും KSEB വിലയിരുത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ സഹകരണം KSEB അഭ്യർത്ഥിച്ചു. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെ പൂർണ്ണമായി ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗവും പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും ഈ സമയത്ത് ഒഴിവാക്കണം. അത്യാവശ്യമില്ലാത്ത ലൈറ്റുകൾ അണയ്ക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് KSEB മുന്നോട്ട് വെക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഈ ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു വിശദീകരണവുമായി വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. ലോഡ് ഷെഡിംഗ് അല്ല, വൈദ്യുതി നിയന്ത്രണമാണുള്ളത് എന്നാണ് മന്ത്രി പറയുന്നത്. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിൽ നിയന്ത്രണമുണ്ടാകും. ഉപഭോഗം കൂടുമ്പോൾ ഡ്രിപ്പാകും. അത് 10 മിനിറ്റ് വരെ ആയിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണം ലഘൂകരിക്കും എന്നും മന്ത്രി പറയുകയാണ്. ഒപ്പം മഴ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകുന്നുണ്ട്. അതിലൊരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. ഒരു നിയന്ത്രണം ചിലപ്പോൾ വരും. ചിലപ്പോൾ ഓവറായിട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയ നിയന്ത്രണം വരുന്നേ മാത്രമേ ഉള്ളൂ. എന്നാലും 250 മെഗാവാട്ട് പർച്ചേസിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. ഓവറായിട്ട് വരുന്നവിടെ മാത്രമേ വരുള്ളൂ, നിയന്ത്രണം വരുള്ളൂ. ഇപ്പോൾ 10 ലൈറ്റിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കാം, അത് 20 ലൈറ്റ് എത്തിയാലോ അപ്പോൾ ഓവറാവില്ലേ? ഇപ്പോൾ ഡ്രിപ്പാവും. ആ ഡ്രിപ്പാകലേ ഉള്ളൂ. കൺട്രോൾ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ പ്രതിഷേധങ്ങളുമുണ്ടായി. പവർക്കട്ടിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് KSEB ഓഫീസിന്റെ ഫ്യൂസ് ഊരിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മലപ്പുറം ഈസ്റ്റ് KSEB ഓഫീസിന്റെ ഫ്യൂസാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഊരിയെടുത്തത്. കനത്ത ചൂടിൽ വൈദ്യുതിയില്ലാതെ ജനം വെന്തുരുകുന്ന അവസ്ഥ അധികാരികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിഷേധമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. മലപ്പുറം നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി കാങ്ങേട്, ജനറൽ സെക്രട്ടറി ഉമ്മർകുട്ടി മൊറയൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടും ചൂടിന് ആശ്വാസമായി പലയിടത്തും വേനൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ വൈദ്യുതി നിയന്ത്രണത്തിലും ചില ഇളവുകൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. വ്യാഴാഴ്ച 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. കനത്ത ചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുമ്പോൾ ആശ്വാസമായി വേനൽ മഴയെത്തി. വടക്കൻ കേരളത്തിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലും ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കനത്ത മഴയിൽ എണ്ണപ്പന പിഴുത് ദേഹത്തേക്ക് വീണ് കൊല്ലത്ത് തൊഴിലാളി മരിച്ചു. ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിലാണ് സംഭവം. വിളക്കപ്പാറ ഇടക്കൊച്ചി തടത്തൽ സ്വദേശി സരിതയാണ് മരിച്ചത്. ഓയിൽ പാം എസ്റ്റേറ്റിലെ കാട് വെട്ടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് മിന്നലേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴ ആശ്വാസമാകുന്നുണ്ടെങ്കിലും വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുന്നു. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസായും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസായും
തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് പെരുവെമ്പ് 12 വയസ്സുകാരന് സൂര്യതാപമേറ്റു. തെക്കേ പനംകുറ്റിയിൽ ദീക്ഷിതിനാണ് പൊള്ളലേറ്റത്. കുട്ടിയുടെ കഴുത്തിനു ചുറ്റുമാണ് പൊള്ളൽ. കൊല്ലം പോരുവയിൽ 10 വയസ്സുകാരന് സൂര്യതാപമേറ്റു. നടുവിലെ മുറി തുണ്ടുമേലത്ത് ജിബി കവിത ദമ്പതികളുടെ മകൻ ദേവനന്ദിനാണ് സൂര്യാഘാതമേറ്റത്. പുറത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്ന് ഹർത്താൽ നടത്തിയിരുന്നു. 52 ദളിത് ആദിവാസി സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ഹർത്താൽ. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ സമരാനുകൂലികൾ ചില പ്രതിഷേധങ്ങളുണ്ടാക്കി. ഒപ്പം കടകൾ അടപ്പിക്കുകയും ചെയ്തു. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ഹർത്താൽ ഭാഗികമായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നുവെങ്കിലും കൊല്ലത്ത് ഗ്രാമപ്രദേശങ്ങളെ മാത്രമാണ് ഇത് ബാധിച്ചത്. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞതും കടകൾ അടപ്പിച്ചതും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്ത് ഹർത്താൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. ജയ് 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 ഭീം. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി തേടി ദളിത് സംഘടനകൾ തെരുവിലിറങ്ങിയതോടെ പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. പത്തനംതിട്ടയിലെ വിവിധ KSRTC ഡിപ്പോകളിൽ നിന്ന് പുലർച്ചെ സർവീസുകൾ ആരംഭിച്ചെങ്കിലും സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞതോടെ സർവീസുകൾ സ്തംഭിച്ചു. KSRTC സ്റ്റാൻഡിന് മുന്നിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അടൂരിലും റാന്നിയിലും വാഹനങ്ങൾ വ്യാപകമായി തടഞ്ഞു. അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയ സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. യാത്രാക്ലേശവും ഹർത്താലും സാധാരണക്കാരെയും വലച്ചു. ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ടയിലെത്തിയ റിൻസി എന്ന യുവതി കൈക്കുഞ്ഞുമായി പ്രതിഷേധിച്ചത് ഹർത്താലിന്റെ ദുരിത കാഴ്ചയായി. കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യുവതി സമരക്കാർക്കെതിരെ രംഗത്തെത്തിയത്. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലാണെങ്കിൽ അവന്മാരെന്ത് ചെയ്തേ? അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? തിരുവല്ലയിൽ ക്യാൻസർ രോഗിയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ വാഹനവും മരുന്നുമായി വന്ന വാഹനവും സമരക്കാർ തടഞ്ഞത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. കൊല്ലം ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കടകൾ അടഞ്ഞുകിടന്നു. കുണ്ട്ര മുളവനയിൽ സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും തടഞ്ഞത് പോലീസും സമരക്കാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. കൊട്ടാരക്കരയിൽ MC റോഡ് ഉപരോധിച്ച സമരക്കാർ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു. കാരാളിമുക്കിൽ SSLC മൂല്യനിർണ്ണയത്തിന് പോയ അധ്യാപകരുടെ വാഹനവും സമരക്കാർ തടഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരത്തെ ഹർത്താൽ ബാധിച്ചില്ല. ഗതാഗതവും കടകമ്പോളങ്ങളും സാധാരണ നിലയിലായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. മധ്യകേരളത്തിൽ സമാധാനപരമായിരുന്നു ഹർത്താൽ. വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടത്തും ഗതാഗത കുരുക്കാണ് രൂക്ഷമായത്. കടകൾ തുറക്കുമെന്ന് സംഘടനകൾ അറിയിച്ചെങ്കിലും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കടകൾ അടഞ്ഞു തന്നെ കിടന്നു. എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. വാഹന ഗതാഗതവും ജനജീവിതവും സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. പറവൂരിൽ ഏതാനും KSRTC വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ സമരാനുകൂലികൾ RT ഓഫീസിൽ പ്രതിഷേധിച്ചു. മാവേലിക്കരയിൽ മിൽമ ചെയർമാന്റെ വാഹനവും തടഞ്ഞു. ആലപ്പുഴ നഗരത്തിൽ കടയടക്കാനെത്തിയ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാഹനങ്ങളിൽ സഞ്ചരിച്ച കടകളടപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തു. കോട്ടയം ജില്ലയിലും പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ഉണ്ടായത്. കോട്ടയം KSRTC സ്റ്റാൻഡിലെ ക്യാൻറ്റീനും കടകളും TB റോഡിലെ റിലയൻസ് ജിയോ മാർട്ടും ലുലു മാളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. ഇടുക്കിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നുവെങ്കിലും വാഹന ഗതാഗതത്തെ സാരമായി ഹർത്താൽ ബാധിച്ചില്ല. മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയെയും ഹർത്താൽ ബാധിച്ചില്ല. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. മാളയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ബാങ്കുകളും പ്രതിഷേധക്കാർ അടപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. പലയിടത്തും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. മലബാറിൽ പലയിടങ്ങളിൽ വാഹനം തടയൽ ഉൾപ്പെടെ ഉണ്ടായി. ഹർത്താൽ അനുകൂലികൾ രാവിലെ വിവിധയിടങ്ങളിൽ വാഹനം തടഞ്ഞു. ഒപ്പം കടകൾ അടപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധ പ്രകടനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ബാലുശ്ശേരി, പേരാമ്പ്ര, ഉള്ളിയേരി എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. കൂരാച്ചുണ്ടിൽ ഫെഡറൽ ബാങ്ക് പ്രതിഷേധക്കാർ അടപ്പിച്ചു.
കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉള്ളിയേരിയിൽ വാഹനം തടഞ്ഞ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരൻ മർദ്ദിച്ചതായും പരാതിയുണ്ട്. കണ്ണൂരിൽ രാവിലെ പയ്യന്നൂരിലും പഴയങ്ങാടിയിലും കാൽടാക്സ് ജംഗ്ഷനിലും പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുകയും കടയടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നാഷണൽ ജനതാദളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ യുവതി കമ്മീഷണർ ഓഫീസിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാസർഗോഡ് ജില്ലയിൽ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ അല്പസമയം വാഹനങ്ങൾ തടയുകയുണ്ടായി. മലപ്പുറത്തെയും വയനാടിനെയും ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം നിയമവിരുദ്ധ ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. DGPയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ച സംഭവങ്ങളിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് DGP വിശദീകരിക്കാനാണ് നിർദ്ദേശം. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ജനജീവിതം സ്തംഭിപ്പിച്ചവർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് പരിശോധിക്കുവാനാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. 29ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും 100-ലധികം പേർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൊതുമുതലോ സ്വകാര്യ മുതലോ നശിപ്പിച്ചിട്ടുണ്ടോ എന്നും ജനങ്ങൾക്ക് എത്രമാത്രം അസൗകര്യം ഉണ്ടാക്കിയെന്നും പരിശോധിക്കുവാനാണ് കോടതി സ്വമേധയാ കേസെടുത്ത് റിപ്പോർട്ട് തേടിയത്. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ജനജീവിതം സ്തംഭിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മുൻപുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഹർത്താൽ അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതി ലക്ഷ്യത്തിന്റെ പരിഗണനയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കോൺഗ്രസിൽ ചരടുവലി നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ വന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായ PR ഏജൻസി വിവാദങ്ങൾക്കിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയിൽ തന്നെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇത്തരമൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ട എന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ല എന്നും വിമർശനമുണ്ട്. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതേസമയം സതീശനെ അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പോസ്റ്റർ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് DCC ഓഫീസിന് മുൻപിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശൻ PR പണി അവസാനിപ്പിക്കണമെന്നാണ് ഫ്ലെക്സിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. DCC ഓഫീസിന്റെ എതിർവശത്തായാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ചില കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. കളമശ്ശേരി HMT ജംഗ്ഷനു സമീപവും ഇതേ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റോ മറ്റു ഭാരവാഹികളോ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം മലപ്പുറത്ത് VD സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. താവനൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട്ട് പെരിന്തലൂർ ഭാഗത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ താവനൂർ പാറപ്പുറത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അനുകൂല ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നേതാവല്ല താനെന്ന് രമേശ് ചെന്നിത്തല പരാമർശിച്ചിരുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവരെ അനുകൂലിച്ച് മുതിർന്ന നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ വിഷയത്തിൽ KPCCയും ഇടപെട്ടു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഇംഗ്ലീഷ് പത്രത്തിലെ പരസ്യ ഫീച്ചറിൽ DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിന് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് ഫീച്ചറായി മുഴുവൻ പേജ് പരസ്യം നൽകിയത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്നാണ് വിലയിരുത്തൽ. പ്രജിൻ ബാബുവിൻ്റേത് കടുത്ത അച്ചടക്ക ലംഘനമാണ് എന്നാണ് KPCCയുടെ കണ്ടെത്തൽ. പണം നൽകിയുള്ള ഫീച്ചർ അല്ല എന്നും പാർട്ടിക്ക് വിശദീകരണം നൽകുമെന്നും പ്രജിൻ ബാബു പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസ് ഒരു നിർണായക ഘട്ടത്തിലൂടെ പോവുകയാണ്. എതിർക്കുന്നവരുടെ വാദം പൂർത്തിയായിട്ടുണ്ട്. നാളെ മുതൽ യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ എത്തുന്നത്. നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് അവകാശമില്ല എന്ന് കേരള ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ വാദിച്ചു.
ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികളുടെ വാദം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനു മുൻപിൽ പൂർത്തിയായി. ശബരിമലയിൽ സർക്കാർ നടപടികൾക്കെതിരെ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ വാദമുന്നയിച്ചു. നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. ഈശ്വരവിശ്വാസി അല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയായി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്തത് തടയണം. വിശ്വാസികളല്ലാത്തവർ അധികാരം മുതലെടുത്ത് ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കുന്നത് തടയാൻ കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ബ്രാഹ്മണ ഫെഡറേഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദർഗയായാലും ക്ഷേത്രമായാലും ആരാധനാക്രമങ്ങൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി നിശ്ചയിച്ച വിഷയങ്ങൾക്കപ്പുറം പോകരുതെന്നും 7 ചോദ്യങ്ങൾക്കുള്ളിൽ നിന്ന് വാദിക്കണമെന്നും അഭിഭാഷകൻ അശ്വിനികുമാർ ഉപാധ്യായയ്ക്ക് ബെഞ്ച് താക്കീത് നൽകി. കഴിഞ്ഞ 200 കൊല്ലത്തിനിടെ ഇന്ത്യ 7 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന വാദത്തിനിടയിലാണ് താക്കീത് നൽകിയത്. കേസിൽ നാളെ മുതൽ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന കക്ഷികളുടെ വാദം ആരംഭിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് UAE. എണ്ണ ഉൽപ്പാദക കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പെക്കിൽ നിന്ന് പിന്മാറാനാണ് തീരുമാനം. ഹോർമൂസ് പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപ്പാദനവും കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയിൽ നിന്നും പിൻവാങ്ങുന്നതെന്ന് UAE വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 1 മുതൽ ഒപ്പെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. വിയന്നയിൽ ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ ഉൽപ്പാദക കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം. എണ്ണയുൽപാദന വിതരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച രാജ്യം എന്ന നിലയിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപ്പാദനവും കയറ്റുമതിയും ആവശ്യമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് UAEയുടെ തീരുമാനം. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലും അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. എണ്ണ ഉൽപ്പാദന മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഒപെക് വിടുന്നതെന്ന് UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എണ്ണയുൽപാദനത്തിന്റെ 80% കൈയാളുന്ന കൂട്ടായ്മയാണ് ഒപെക്. 13 രാജ്യങ്ങളാണ് ഒപെക് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. ഇറാനും ഒപെക് കൂട്ടായ്മയുടെ ഭാഗമാണ്. 2 വർഷം മുമ്പ് അങ്കോള ഒപെക്കിൽ നിന്നും പുറത്തുപോയിരുന്നു. UAE കൂടി പിൻവാങ്ങുന്നതോടെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11 ചുരുങ്ങും. ആഗോളതലത്തിൽ എണ്ണ വിലയെയും ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ സ്വാധീനത്തെ UAEയുടെ പിന്മാറ്റം ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലുണ്ട്. ഒപെക്കിൽ നിന്ന് പുറത്തുപോയാലും എണ്ണ ഉൽപ്പാദന മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കാൻ സഹകരിക്കുമെന്ന് UAE അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണവ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് വൈറ്റ് ഹൌസിന്. ഇതിനിടെ ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ റഷ്യൻ ശതകോടീശ്വരന്റെ ആഡംബര കപ്പൽ കടന്നുപോയത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായുള്ള സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നടത്തൂ എന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആണവ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. ആണവായുധങ്ങൾ കൈവശം വെക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രതിദിനം 140 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് 7 കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ നോഡ് എന്ന ആഡംബര കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഉപരോധങ്ങൾ നിലനിൽക്കെ ഇറാനും അമേരിക്കയും ഈ കപ്പലിന് യാത്രാനുമതി നൽകിയെന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുമായുള്ള ഇറാന്റെ അടുത്ത ബന്ധവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. മാധ്യമങ്ങളിലൂടെ സമാധാന ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ വൈറ്റ് ഹൌസ് തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ചു. ചർച്ചകൾ വേണമെങ്കിൽ ഇറാൻ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. %92 പോളിംഗ് രേഖപ്പെടുത്തിയ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന കൊൽക്കത്ത ഉൾപ്പെടെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ്. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊൽക്കത്ത, ഹൗറ, നോർത്ത് സൗത്ത് 24 പർഗാനാസ്, ഹൂഗ്ലി തുടങ്ങി 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്.
കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഉൾപ്പെടെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ BJPയും നിലനിർത്താൻ തൃണമൂലും കടുത്ത പോരാട്ടം നടത്തിയതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം ഇരു പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ SIR, വനിതാ സംവരണം, അനധികൃത കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചൂടേറിയ വാദപ്രതിവാദമാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കാണാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തതിനാൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കമ്മീഷൻ വ്യക്തമാക്കി. SIR നടപടികൾക്ക് ശേഷം ബംഗാളിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 93% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതിൻ്റെ ഗുജറാത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP റെക്കോർഡ് വിജയമാണ് നേടിയത്. താലൂക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും BJP ആധിപത്യമായിരുന്നു. നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയത്തോടെ ഗുജറാത്തിൽ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് BJP. അഹമ്മദാബാദ്, സൂറത്ത്, രാജ്കോട്ട് തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ വിജയം. ആകെ 192 സീറ്റുകളുള്ള അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ 158 സീറ്റുകളും BJP നേടി. രാജ്കോട്ട് കോർപ്പറേഷനിൽ 72-ൽ 65 സീറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാടായ വഡോദരയിൽ 76-ൽ 69 സീറ്റുകളും BJP സ്വന്തമാക്കി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താൻ പോലും ആം ആദ്മിക്ക് സാധിച്ചില്ല. സംസ്ഥാനത്തെ 84 മുനിസിപ്പാലിറ്റികളിലും BJPക്ക് വൻ വിജയം ലഭിച്ചു. ആകെ 2030 സീറ്റുകളിൽ 1791 എണ്ണവും BJP സ്വന്തമാക്കി. കോൺഗ്രസ് 414 സീറ്റുകൾ നേടിയപ്പോൾ മറ്റുള്ളവർ 144-ൽ ഒതുങ്ങി. 34 ജില്ലാ പഞ്ചായത്തുകളിലെ 1090 സീറ്റുകളിൽ 568 എണ്ണവും BJP നേടിയപ്പോൾ കോൺഗ്രസിന് 77 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPക്ക് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും നൽകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം. ഗുജറാത്തും BJPയും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും ഗുജറാത്തിനെ വികസനത്തിന്റെ പുതിയ ഉയരത്തിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 20,000-ലധികം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ആരോപണം. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അവസരം നൽകാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിൽ ചട്ടം ലംഘിച്ച സ്ട്രോങ് റൂം തുറന്നതിനെതിരെയാണ് കോൺഗ്രസ് നേതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച മനഃപൂർവ്വമാണെന്നാണ് ഹർജിയിലെ ആരോപണം. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ വേണ്ടിയാണ് ചട്ടങ്ങൾ പാലിക്കാതെ സ്ട്രോങ് റൂം തുറന്നതെന്ന് ഹർജിക്കാർ ആരോപിക്കുന്നു. അതേസമയം പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിലെ ക്രമക്കേടിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. 20,000-ഓളം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് ഇവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ അനുവദിക്കാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കാഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചയാണെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്യുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. തരിശു സ്വദേശി ചിറ്റങ്ങോടൻ ജംഷീറാണ് മരിച്ചത്. ടാപ്പിങ്ങിനിടെയല്ല കാട്ടാന ആക്രമിച്ചതെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്നു പുലർച്ചെ കരുവാരക്കുണ്ടിനടുത്ത് മണലിയം പാടത്ത് വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചിറ്റങ്ങോടൻ ജംഷീറിനെ നാട്ടുകാർ കരുവാരക്കുണ്ട് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റബ്ബർ ടാപ്പിങ്ങിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നും ജംഷീർ തന്നെയാണ് സുഹൃത്തുക്കളെ ഫോണിലൂടെ വിവരമറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ടാപ്പിങ്ങിന് പോയപ്പോൾ ആന ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഈ മരിച്ച വ്യക്തി തന്നെയാണ് ഫോൺ വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടാണ് വണ്ടി ഇവിടുന്ന് ചെന്ന് വണ്ടിയിൽ തന്നെയാണ് അവനെ കൊണ്ടുവരുന്നത്. എന്നാൽ അപകടത്തെക്കുറിച്ച് വനംവകുപ്പ് സംശയത്തിലാണ്. ടാപ്പിങ്ങിനിടയിൽ അല്ല കാട്ടാന ആക്രമണം ഉണ്ടായതെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ പറഞ്ഞു. എന്തായാലും ആനയുടെ ആക്രമണം നടന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ പോയി ഇത് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് അതിൻ്റെ പാടുകളോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്.
ഇപ്പോൾ ജീപ്പിൽ വന്ന ആളുകൾ അയാൾ എടുത്തൊരു സ്പോട്ടാണ് പറയുന്നുള്ളൂ. മറ്റേ കൂടെ 2 പേരുണ്ടായിരുന്നു, അവരിപ്പോൾ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഏരിയയിൽ അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല. എന്നാൽ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് സംശയം പ്രകടിപ്പിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആശുപത്രിയിലെത്തിയ DFOക്കെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷമാണ്. പലയിടത്തും പാമ്പുകളെ കാണുന്ന സാഹചര്യമാണ്. കണ്ണൂരിൽ മസ്ജിദിനകത്താണ് ഇന്ന് മൂർഖൻ പാമ്പിനെ കണ്ടത്. താവക്കരയിലെ അഹമ്മദിയ പള്ളിയിലാണ് മൂർഖൻ പാമ്പ് കയറിയത്. റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി. കോഴിക്കോട് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ കയറിൽ വിഷപ്പാമ്പിനെ കണ്ടെത്തി. കാരശ്ശേരി മുരിങ്ങമ്പുറൈ തൂങ്ങയിലെ വീട്ടിൽ നിന്നാണ് ശംഖുവരയൻ പാമ്പിനെ പിടികൂടിയത്. വെള്ളം കോരുന്നതിനിടെ കയ്യിൽ സ്പർശനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായത്. സ്നേക്ക് റെസ്ക്യൂ അംഗമെത്തി പാമ്പിനെ പിടികൂടി. കോഴിക്കോട് ബേപ്പൂരിൽ വീടിന്റെ അടുക്കളയിൽ 2 പാമ്പുകളെ കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായി. കോഴിക്കോട് കക്കയം 28-ാം മൈൽ മരത്തിൽ രാജവെമ്പാലയെ കണ്ടു. റോഡരികിലുള്ള വലിയ മരത്തിലാണ് രാജവെമ്പാലയെ കണ്ടത്. കക്കയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പാമ്പുകടി രൂക്ഷമായ സാഹചര്യത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 136 ആശുപത്രികളിൽ ആന്റിവെനം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 18 മരണമുണ്ടായിരുന്നു. വനംവകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കി. ആൻറ്റിവെനം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 146 ആശുപത്രികളിൽ ആൻറ്റിവെനം ഉറപ്പാക്കിയിട്ടുണ്ട്. പാമ്പുകളുടെ പ്രജനനകാലവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മൂലവും പാമ്പുകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. പാമ്പ് കടിയേൽക്കുന്നതിന്, അതായത് മനുഷ്യരുമായിട്ടുള്ള മനുഷ്യർ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പും അതോടൊപ്പം ആരോഗ്യ വകുപ്പും സർക്കാർ പൊതുവിൽ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടമാണ്. ആദ്യപാദ സെമിയിൽ ചാമ്പ്യന്മാരായ PSG ജർമ്മൻ ക്ലബ്ബായ ബയർ മ്യൂണിക്കിനെ നേരിടും. രാത്രി 12:30 മുതലാണ് മത്സരം. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളിനെ ക്വാർട്ടറിൽ വീഴ്ത്തിയാണ് PSG സെമിയിലെത്തിയത്. റയൽ മാഡ്രിഡിനെ ക്വാർട്ടറിൽ തകർത്ത ആവേശത്തിലാണ് ബയൺ കളത്തിലിറങ്ങുന്നത്. നാളെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ആഴ്സണലിനെ നേരിടും. IPL പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ 223 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 222 റൺസ് എടുത്തത്. മാർക്കസ് സ്റ്റോയിനസിന്റെയും പ്രഭ്സിമ്രാൻ സിംഗിന്റെയും അർദ്ധ സെഞ്ചുറികളാണ് പഞ്ചാബിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. രാജസ്ഥാനായി യാഷ് പൂഞ്ച 2 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എന്ന നിലയിലാണ്. തായ്വാനിൽ നടന്ന ആർട്ടിസ്റ്റിക് റോളർ സ്കേറ്റിംഗ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടവുമായി പത്തനംതിട്ട സ്വദേശികൾ. പെയർ സ്കേറ്റിംഗ് ഇനത്തിലാണ് പത്തനംതിട്ടക്കാരായ ദേവദത്ത് നായരും ജുബിന ലിസ് തോമസും സ്വർണം നേടിയത്. പത്തനംതിട്ട കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവദത്ത് നായർ 2019 മുതൽ തുടർച്ചയായി ദേശീയ ചാമ്പ്യനാണ്. കോട്ടയം ലക്ഷ്മി സദനത്തിൽ ജയപ്രകാശിന്റെയും ദിവ്യയുടെയും മകനായ ദേവദത്ത് 7ാം വയസ്സു മുതൽ സ്കേറ്റിംഗ് അഭ്യസിക്കുന്നു. വാഴമുട്ടം നാഷണൽ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജുബിന ലിസ് തോമസ്. ദി ആറ്റ്ലർ വിഷൻ അക്കാദമി സ്ഥാപകരായ ലോക ചാമ്പ്യൻ അഭിജിത്ത് അമൽരാജ്, ഏഷ്യൻ താരം വക്കസ്യ ലക്ഷ്മി നാരായണനുമാണ് പരിശീലകർ. അടുത്ത മാസം ഡെറാഡൂണിൽ നടക്കാനിരിക്കുന്ന ദേശീയ ഐസ് സ്കേറ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഇരുവരും ഇപ്പോൾ മലേഷ്യയിൽ പരിശീലനത്തിലാണ്. ഇടവേള.